ദൂരെ നിന്ന് വലിയ മദറിനെ കണ്ട് കേട്ട് മനസ്സിലാക്കിയവർ പങ്കുവച്ചിരിക്കുന്ന വലിയ മദറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കണ്ടേ? ബഹുമാനപ്പെട്ട ഫിലിപ്പ് അന്തോണിലച്ചൻ പ്രിയപ്പെട്ട വല്യമദറിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അച്ഛ, സ്കൂളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും മറ്റും സിസ്റ്റേഴ്സിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ സമൂഹം സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം തന്നെ ഭവനം തോറുമുള്ള പ്രേക്ഷിത പ്രവർത്തനമാണ്. മാർത്താണ്ഡം രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായ ലോറൻസ് മാർ അബ്രേൻ തിരുമേനി മദർ മേരിയെ കുറിച്ച് പറയുന്ന വാക്കുകൾ: എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രിസ്തുനാഥന്റെ ദീനരോധനം കേട്ട് മനസ്സൊരുക്കി മിഷൻ പ്രവർത്തനങ്ങൾ വഴി ആത്മാക്കളെ ക്രിസ്തുവിനേണ്ടി നേടുക എന്നത് മദർ തന്റെ ജീവിത ലക്ഷ്യമാക്കി. ആ അമ്മയുടെ വിയോഗത്തിൽ എത്ര ആയിരങ്ങളാണ് അമ്മ എന്ന് വിളിച്ച് തേങ്ങിക്കരയുവാനുണ്ടായിരുന്നത്. മോൺസിഞ്ഞോർ സി.ടി. കുരുവിളാച്ചൻ ബഹുമാനപ്പെട്ട വലിയ മദറിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: രക്ഷകനായ ക്രിസ്തുവിന്റെ അമ്മയ്ക്ക് മർത്യരക്ഷയിൽ എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു, അതുപോലുള്ള താല്പര്യം പ്രായോഗികമാക്കുന്നതിനാണ് തന്റെ ജീവിതം ക്രിസ്തുരാജന് പൂർണ്ണമായി അർപ്പിക്കുവാൻ വലിയ മദർ തീരുമാനിച്ചത്. മേരി മക്കൾ സമൂഹത്തിലെ രണ്ടാമത്തെ അംഗമായ സിസ്റ്റർ ആഗ്നസ് തന്റെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ പ്രിയപ്പെട്ട വല്യമദറിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. വീട്ടിൽ ലഭിച്ച പിതൃവാത്സല്യം ഭാവിയിൽ ദൈവപിതൃ സ്നേഹത്തിലേക്ക് തിരിച്ചുവിടുവാനും ആ സ്നേഹം സഹോദരങ്ങളിലേക്ക് ഒഴുക്കുവാനും പരിശ്രമിച്ച് വിജയിച്ച വ്യക്തിയാണ് മദർ മേരി. ബഹുമാനപ്പെട്ട മദർ ബാസിം SIC മദർ മേരിയെ കുറിച്ച് പറയുന്ന വാക്കുകൾ: മദർ മേരി കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് ഏറ്റവും വലിയ ഭക്തി പ്രദർശിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച തോറും തേനീച്ചയുടെ കുത്തേൽക്കുന്നത് ഒരു ആനന്ദമായി കരുതിയിരുന്നു. ബഹുമാനപ്പെട്ട മാത്യു കടകംപടലച്ചൻ പ്രിയ ബഹുമാനപ്പെട്ട മദർ മേരിയെ കുറിച്ച് പറയുന്ന വാക്കുകൾ: ഒരമ്മ ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്. അമ്മ എല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു. എല്ലാ മക്കളും ദൈവസ്നേഹത്തിൽ ഐശ്വര്യപൂർവ്വം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയാണ് മദർ മേരി. ജമ്മു കാശ്മീരിലെ പിതാവായ മാർ ഹിപ്പോളിറ്റസ് വലിയ മദറിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: നിഷ്കളങ്കത, സൗമ്യ സ്വഭാവം, പ്രശാന്തവും നേതൃത്വ പാഠവും പ്രാർത്ഥനാ ചൈതന്യവും എന്നിവയുടെ ഉടമയായ മേരിയമ്മ സമൂഹത്തിന്റെ ആദ്യ ചൈതന്യം നിലനിന്ന് കാണുവാൻ അതിയായി ആഗ്രഹിക്കുകയും അതിനായി അവസാനം വരെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മദർ ഫിലോമിന ബഹുമാനപ്പെട്ട മദർ മേരിയെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: കുലീന കുടുംബത്തിൽ ജനിക്കുകയും സമൃദ്ധിയിൽ ജീവിക്കുകയും ചെയ്ത മദർ മേരി ആരംഭത്തിൽ അനുഭവിച്ച കഷ്ടതകളും ത്യാഗങ്ങളും വളരെയേറെയായിരുന്നു. പാവങ്ങളോടും ആലംബഹീനരോടുമുള്ള അതിരറ്റ സ്നേഹവും കാരുണ്യവും കൊണ്ട് ആ ആർദ്രഹൃദയം അന്നും ഇന്നും എന്നും മേരിമക്കൾ സമൂഹത്തിന് ശക്തിയും പ്രചോദനവുമാണ്.